Dear children, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എക്സസൈസ് 3.4 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3x മൈനസ് 5y മൈനസ് 4 ഈക്വൽ ടു 0 ആൻഡ് 9x മൈനസ് 2y പ്ലസ് 7. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതണം. എങ്ങനെയാണ് കറക്റ്റ് ചെയ്ത് എഴുതുന്നത്? 3x മൈനസ് 5y ഈക്വൽ ടു ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ? 0 ആണ്. സോ 0 എഴുതി ഈ ഒരു നമ്പറിനെ നമ്മൾ അപ്പുറേക്ക് ട്രാൻസ്പോസ് ചെയ്യുക. സോ പ്ലസ് 4 ആയി. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ എഴുതാം? 3x മൈനസ് 5y ഈക്വൽ ടു 4. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമ്മുടെ അടുത്ത ഇക്വേഷൻ നോക്കിയാൽ 9x ഇസ് ഈക്വൽ ടു 25 പ്ലസ് എന്നത് എങ്ങനെ എഴുതും അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമ്മൾക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതെങ്ങനെ എഴുതുമെന്ന് നോക്കിയേ. 9x മൈനസ് 2y ഈക്വൽ ടു 7. ഇപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒരുപോലെയായി. ഇപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ക്ലിയർ ആയില്ലേ? സോ ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെയാണ്. സെക്കൻഡ് ഇക്വേഷൻ 9x മൈനസ് 2y ഈക്വൽ ടു 7. ഇപ്പോൾ ഇത് രണ്ടും ഒരേപോലെ കണ്ടോ? 3x 9x 5y 2y ഈക്വൽ ടു നമ്മുടെ നമ്പേഴ്സും കിട്ടി. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട എലിമിനേഷൻ മെത്തേഡാണ് കേട്ടോ. അപ്പോൾ എലിമിനേഷൻ മെത്തേഡിൽ ആ രണ്ട് ഇക്വേഷനും ഒന്നിച്ചെടുത്ത് എഴുതുക. ഇവിടെ എലിമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോഎഫിഷ്യൻറ്റുകളെ ഫസ്റ്റ് കൺസിഡർ ചെയ്യുക. വൈയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കിടക്കുന്നത്? രണ്ടും ഡിഫറൻ്റ് ആണ്. എക്സിൻ്റെ നോക്കിയേ, അതും ഡിഫറൻ്റ് ആണ്. സോ നമ്മളിതിനെ എങ്ങനെയെങ്കിലും ഒരേപോലത്തെ കോഎഫിഷ്യൻ്റ് ആക്കി കൊണ്ടുവരിക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് പോസിബിളായി വരുള്ളൂ? എലിമിനേഷൻ പോസിബിൾ ആവുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്താ ചെയ്തിരിക്കുന്നത്? മൾട്ടിപ്ലൈ ഇക്വേഷൻ 1/3. ക്ലിയർ? അതുകൊണ്ട് നമുക്ക് 3 കൊണ്ട് ഇതിനെ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഒരെണ്ണത്തിന് മാത്രമല്ല, എല്ലാ മെമ്പേഴ്സിനെയും നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. സോ ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. അതാ 3x മൈനസ് 5y ഈക്വൽ ടു 4. ഇതിന് നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 3 ഇൻറ്റു 3x മൈനസ് 5y ഈക്വൽ ടു 4 ഇൻറ്റു 3. ക്ലിയർ? ഇതെന്താ നോക്കിയേ? 3 3s are 9x ആൻഡ് 3 ഇൻറ്റു നെഗറ്റീവ് 5y ഈക്വൽ ടു 12. ഇതാണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ. അപ്പം നമുക്കിപ്പോൾ 3 ഇക്വേഷൻസ് ഉണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്ട് ഇക്വേഷൻ 2 ഫ്രം 3. 3 ഏതാണ്? ഇത്. സോ അതിനെ നമ്മൾ ആദ്യം എടുത്ത് എഴുതുക. ഇനി സെക്കൻഡ് ഇക്വേഷൻ ഇവിടെ ഉണ്ടല്ലോ. സെക്കൻഡ് ഇക്വേഷൻ ദാ കിടക്കുന്നു. സെക്കൻഡ് ഇക്വേഷൻ കണ്ടോ? ഇക്വേഷൻ 2. ഈ 2നെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. കണ്ടോ? എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമുക്കത് ഈ എക്സിൻ്റെ കോഫിഷ്യൻ്റ് സെയിം ആയിട്ടുണ്ട്. ബട്ട് അതിൻ്റെ എന്തില്ല? സൈൻ സെയിം ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? സബ്ട്രാക്റ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സൈൻസ് മാറ്റണം. ഉണ്ട് ഇവിടെ ആക്ച്വലി പോസിറ്റീവാണ്, അത് നെഗറ്റീവായി. ഇവിടെ നെഗറ്റീവാണ്, അത് പോസിറ്റീവായി. ഇവിടെ പോസിറ്റീവാണ്, അത് നെഗറ്റീവായി. ഇപ്പോഴും നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സൈൻസ് ബ്രാക്കറ്റിൽ കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോവും. ഇനി നോക്കുക, ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്ത് 5 എഴുതാം അല്ലേ? ഇവിടെ പോസിറ്റീവും ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവാണ്. അതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് വലിയ നമ്പർ ഏതാണോ അതിൻ്റെ സൈൻ ഇവിടെ കൊടുക്കുക. ഇനി നോക്കിയേ, y ഈക്വൽ ടു ഈ 5 എഴുതി. ഇത് 13 ഇൻറ്റു y എന്നാണ്. സോ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ അത് എന്തിലായി? ഡിവിഷനിലായി മാറിയിട്ടുണ്ട്. ഓക്കെ. ഇനി നോക്കിയേ, പുട്ട് ദ വാല്യൂ ഓഫ് y ഇൻ ഇക്വേഷൻ 1. ഇപ്പോൾ ഇക്വേഷൻ 1 എടുത്തിട്ട് ഈ y എന്നുള്ളത് എടുക്കുക. ഇക്വേഷൻ 1 ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. 3x മൈനസ് 5y ഈക്വൽ ടു 4. ക്ലിയർ? സോ 3x മൈനസ് 5, ആ വൈയുടെ വാല്യൂ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? ഇവിടെ 5y എന്നല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ 5y എന്നുള്ള 5 ഇവിടെ 5y ആണ്. സോ 5 എഴുതി. വൈയുടെ സ്ഥാനത്ത് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിനെ 5/30. എന്ത് 5 ആണ്? നെഗറ്റീവ് 5/13 ഈക്വൽ ടു 4. ക്ലിയർ ആയല്ലോ? ഇനി 3x ഇത് രണ്ടും കൂടി -5 ഇൻറ്റു -5 വരുമ്പോൾ എന്ത് വരും? ഈ ഒരു ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പോസിറ്റീവ് 5/13 ഈക്വൽ ടു 4. നമുക്ക് എന്ത് കൊടുക്കാം? 3x ഇസ് ഈക്വൽ ടു ഈ 3xനെ എടുക്കുക, ഈ 4 എടുക്കുക. ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായി? ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ -25/13 എന്നായി. ക്ലിയർ ആയല്ലേ? ഇനി നമുക്കിവിടെ ഇത് ചെയ്യാൻ പറ്റില്ല, കാരണം 4ൻ്റെ അടിയിലൊരു 1 ഉണ്ടെന്നാണ് നമ്മൾക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം. സോ ഡിനോമിനേറ്റേഴ്സ് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി ആ 1ൻ്റെ കൂടെ ഈ 13 ഇൻറ്റു ചെയ്യുക. അത് 13 ന്യൂമറേറ്ററിലും ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. LCM 13 ആണ് ഈ ഇതിലുള്ള LCM. അപ്പോൾ അതാണ് കാണുന്നത്. അതിന് ഡിനോമിനേറ്റേഴ്സ് ഈക്വലൈസ് ചെയ്യാൻ ഇവിടെ ആക്ച്വലി വെറും ഒരു നമ്പറാണെങ്കിൽ അതിൻ്റെ താഴെ 1 ഉണ്ടെന്നാണ് അർത്ഥം. അവിടെ ഇൻറ്റു 13 കൊടുക്കുക, മുകളിലും കൊടുക്കുക, ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ. സോ 3x ഇസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ഇപ്പോൾ നമുക്ക് എത്ര കിട്ടി? 52/13 മൈനസ് 25/13. കണ്ടോ? ഇപ്പോൾ രണ്ട് ഡിനോമിനേറ്റർ ഈക്വലൈസ് ആയില്ലേ? ഇനി 3x ഇസ് ഈക്വൽ ടു ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 27/13. സോ x ഇസ് ഈക്വൽ ടു ഇതിന് x മാത്രം കൊടുക്കുക.
27/30. ഈ 3 എവിടെ പോയി? ഡിവൈഡഡ് ബൈ 3. ക്ലിയർ ആയല്ലോ? പിന്നെ ഇവിടെ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക കേട്ടോ. ഒരിക്കലും ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ അതിനെ അപ്പം തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സോൾവ് ചെയ്യാൻ കണ്ടോ, x = 27/13 ഇൻറ്റു കൊടുക്കുക. ഇൻറ്റു ആ 3യുടെ റെസിപ്രോക്കൽ. ഏത് 3യുടെയാ? ഇവിടെ ഡിവൈഡഡ് ബൈ 3 എന്നായിരുന്നു അല്ലേ? ആ 3യുടെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? 1/3 വരും. അതായത് ഇവരുടെ ഒരു നമ്പർ തന്നു, അതിൻ്റെ റെസിപ്രോക്കൽ എഴുതാൻ പറഞ്ഞാൽ അതെ 1/2. അതുപോലെയാണ് ഇവിടെ. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 9. സോ 9 × 1 9/13. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ. വൈ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് കേട്ടോ. ആദ്യം ക്രിയേറ്റ് ചെയ്ത 2 ഈക്വേഷൻസ് തന്നെ ഇവിടെ എടുത്ത് എഴുതുക. ഇതിൽ ഈ ഫസ്റ്റ് ഈക്വേഷൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുക. അവിടെ വന്നിട്ട് എന്താ ചെയ്യേണ്ടത്? 3x, നമുക്ക് എക്സിനൊരു വാല്യൂ കണ്ടെത്തണം. അതിന് വേണ്ടി 3x = ഈ 4 - 5 ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്തായി? 5y ആയി. സോ x = 4 + 5y. ഇത് ഇൻറ്റു ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? ഡിവിഷനായി. അപ്പോൾ അവിടെയും നമുക്കൊരു ഇക്വേഷൻ കിട്ടി അല്ലേ? 3 എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ കിട്ടി. സോ 1 2 3 3 ഇക്വേഷൻസ് ആയി. ഇനി നോക്കിയാൽ പുട്ട് ദ വാല്യൂ ഓഫ് x ഇൻ ഇക്വേഷൻ 2. അപ്പോൾ ഇക്വേഷൻ 2 എടുത്ത് എഴുതുക. 9x - 2y = 7. ഇനി നോക്കിയേ 9 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് ആരെയാണ് കൊടുക്കേണ്ടത്? 4 + 5y/3. ഇത് ബ്രാക്കറ്റിൽ തന്നെ കൊടുക്കണം കേട്ടോ, ഇല്ലേ തെറ്റിപ്പോവും. കാരണം നമ്മൾ 9 ഇൻറ്റു എക്സ്, ആ എക്സിൻ്റെ സ്ഥാനത്താണ് ഇതിട്ട് കൊടുത്തിരിക്കുന്നത്. x = 2. അപ്പോൾ എക്സിന് ആ വാല്യൂ ഇട്ട് കൊടുത്തു. -2y = 7 വന്നു. ക്ലിയർ ആയില്ലേ? ഇനി നോക്കിയേ, ഈ 3 ഇതിൽ പോയി അല്ലേ? 3 ടൈംസ് പോയി. അതാട്ടോ ഈ 3 ഇവിടെ എഴുതിയേക്കുന്നത്. ഈ 3 ഇതിൽ 3 ടൈംസ് പോയി. നോക്കിയേ, ഇനി ബാക്കി എന്താ ഉള്ളത്? 3 × 4 + 5y - 2y = 7 ആണ് നമുക്കുള്ളത്. ഇനി എന്ത് ചെയ്യുക? അതിനെ 3 × 4 12, 3 × 5y 15y, ദെൻ -2y അല്ലേ = 7. ഇവിടെ നോക്കിയേ, 15yയും 2yയും എന്താ? ഇത് ലൈക്ക് ടേംസ് ആണ്. സോ 12 പ്ലസ് ഇത് രണ്ടും കൂടി സൈനുകൾ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് വലുതിൻ്റെ മുന്നിൽ ആരോ കിടക്കുന്നത് അയാളെ ഇവിടെ കൊണ്ടുവന്നിരുത്തുക. ഓക്കെ. സോ 12 + 13y = 7 കിട്ടി. ദെൻ 13y = ഈ 7 എഴുതുക. 12 അപ്പുറേക്ക് പോയി. അപ്പോൾ എന്തായി? -12 ആയി. സോ 13y = -5. therefore y = -5/13. ഇത് തന്നെയല്ലേ നമ്മൾ എലിമിനേഷൻ മെത്തേഡിലും നമുക്ക് കിട്ടിയത്? y = -5/13. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ പോവാണ് കേട്ടോ. അതെ നോക്കിയേ, പുട്ട് ദ വാല്യൂ ഓഫ് y ഇൻ ഇക്വേഷൻ 3. അപ്പോൾ x = ഇതാണ് നമ്മുടെ ഇക്വേഷൻ 3. 4 + 5y/3 എന്ത് കൊടുക്കുക? =4 + 5 ഇൻറ്റു വൈയുടെ വാല്യൂ ഇവിടെ കൊടുത്തു. കണ്ടോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. /3. കണ്ടോ? ഡിവൈഡഡ് ബൈ 3 ആണ്. അപ്പോൾ x = ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -25/13 ഡിവൈഡഡ് ബൈ 3 = 4 - 25/13 ഡിവൈഡഡ് ബൈ 3. ഇവിടെ നിങ്ങൾ നല്ലപോലെ കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. കാരണം ഈ 4ന് ഇവിടെ എന്താ നമ്മുടെ LCM അല്ലെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് ഈക്വലൈസ് ചെയ്യണം. അതിന് വേണ്ടി ഇവിടെ ഓൾറെഡി 1 ഉണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളവിടെ കൊടുക്കുക. സോ 1 × 13 ഇവിടെയും 13 കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരുപോലെ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 52 - 25/13 ഡിവൈഡഡ് ബൈ 3 കിട്ടി. അപ്പോൾ ഇത് വരുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഇടുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ സൈൻ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ x = 52 - 25/30 ഡിവൈഡഡ് ബൈ 3. ആ ഡിവിഷൻ നമ്മൾ എന്താക്കി മാറ്റണം? x = 52 - 25/13 ഈ ഡിവിഷൻ എന്താക്കി മാറ്റി? ഇൻറ്റു ആക്കി മാറ്റി. അപ്പോൾ ഇതിൻ്റെ എന്തെഴുതി? മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറയും. സോ 1/3. ഇനി ഇത് തമ്മിൽ റെഡ്യൂസ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 27/13 ഇൻറ്റു 1/3. 3 ഇതിൽ പോയല്ലേ? 9. സോ എക്സിൻ്റെ വാല്യൂ എന്ത് പറ്റി? 9/13. ക്ലിയർ ആയല്ലോ? താങ്ക് യു.